എടി നമ്മുടെ കടയിൽ ഒരു സാധനം ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? എടി ബ്യൂട്ടി പാർലറിന്റെ ഓണർ ഞാനാണ്. എനിക്കൊരു മാങ്ങാത്തൊലി ചെയ്യാൻ അറിയില്ല. ഒന്ന് പറഞ്ഞിട്ട് കേൾക്കും. ഒന്ന് പെട്ടെന്ന് ആ സാധനങ്ങൾ മേടിച്ചിട്ട്. ഹലോ എന്റെ പൊന്നു ദൈവങ്ങളെ, ഒരാൾ പോലും വന്നേക്കരുത്. കുറച്ചു നേരം. എക്സ്ക്യൂസ് മീ. പഞ്ചായത്തിലെ ഏക അപ്പോസിഷൻ ക്ലാസ്. ഇവർ ചലിച്ചാൽ കോക്കണം കൂടി പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവർ ചിരിച്ചാലോ കോക്കണം കൂടി ചിരിക്കുന്നു. ഇവരുടെ അങ്കരാവണ്യം കോക്കണം കൂടിന്റെ ഹരമാകുന്നു. ആരാ? ഞാനാണ് ബ്യൂട്ടി പാർലറിന്റെ ഓണർ. ഓ, ഞാൻ സൂസൻ ഫെർണാണ്ടസ്. ജിജിമോൾ എവിടെ? ജിജിമോള് ഒരു സാധനം മേടിക്കാണ്ട് കുറച്ച് 1/2 മണിക്കൂറിനുള്ളിൽ വരും. ഓ, എന്റെ ഫേവറേറ്റ് സ്റ്റാഫ് ജിജിമോളാണ്. അവളില്ലാതെ. മാഡം, ഞാൻ ജിജിമോളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചത് ഞാനാണ്. സോ അവിടെ തന്നെ ഇരിക്കാം. ഓക്കെ, എവിടെയായിരുന്നോളൂ മാഡം? No, that's not my favorite spot. എനിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. കംഫർട്ടബിൾ. ഓക്കെ. സൊസൈറ്റി മീറ്റിംഗ് ഉണ്ട്. അപ്പം സൂസൻ മാഡം അല്ലേ? സൂസൻ ഫെർണാണ്ടസ്. പക്ഷേ സൊസൈറ്റിയിൽ പ്രസിഡന്റ് ഇപ്പൊ ലിസി മാഡം അല്ലേ? അതറിഞ്ഞോ? പേരെന്താ? സരസ. മിസ് സരസ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോ പ്രസിഡന്റ് ഒക്കെ ലിസി ആയിരിക്കാം, പക്ഷേ ഞാനില്ലാതെ അവിടെ ഒരു ചുക്ക് നടക്കില്ല. അതായത് അവിടുത്തെ മെമ്പേഴ്സിന് ഇപ്പോഴും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാനല്ല പ്രസിഡന്റ്. ലിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. 10ാം ക്ലാസ്സിൽ പൊട്ടിയത് അവിടെ. അത് പറഞ്ഞപ്പോഴാ അവരോട് ഞാൻ മീറ്റിംഗിൽ ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞു. അപ്പൊ അവള് റെസ്പെക്ട് എഴുതാണ് ഹായ് ലിസി മാഡം, ഇരിക്കാം. ഹായ് ലിസി. ഞാനോ ബ്യൂട്ടി പാർലർ ബിരിയാണി കഴിക്കാൻ വന്നതാ. ഹോട്ടലിലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറി. Very naughty. Oh, Lizzy, your saree is so beautiful. Is it? ഇതിന്റെ ഹസ്ബൻഡ് റഷ്യയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇതെന്താ നൂലൊക്കെ പൊന്തിയിട്ടുണ്ടല്ലോ? ഇത് റഷ്യൻ ഫാഷനാണ്. നൂൽ പൊങ്ങിയതൊന്നുമല്ല. ഓ, റഷ്യയിലൊക്കെ മതവന്മാര് സാരിയാണ് എഴുതുന്നത്. നല്ല പണിയുണ്ട്. ഇതെന്താ? ഈ കല്ലില്ലേ, ഈ കല്ലിന്റെ കഥ പറയണത് അത് വലിയൊരു കഥയാണ്. എന്താ പറയണ്ട, എനിക്ക് പോയിട്ട് ഒരു പണിയുണ്ട്. നിന്റെ പണിയാതിരിക്കരുത്. ഗോൾഡൻ ഫിഷ്. ഗോൾഡൻ ഫിഷ് എന്ന് എനിക്ക് വില കൂടി ഫ്രൂട്ട് ഫിഷ് ആയിക്കോട്ടെ. ചീന പഴക്കില്ല, അത് അല്ല, നിങ്ങളെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അപ്പോഴത്തേക്കും ഇവിടെ 2 ലിസി ഒന്ന് വാടി. എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഹായ് മാഡം. അപ്പൊ എന്താ പറഞ്ഞേ? ഗോൾഡൻ ഫേഷ്യൽ അല്ലേ? ഓക്കെ. സൂസൻ മാഡം, മറ്റേ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ വെച്ച് ഞാൻ സൂസൻ മാഡത്തിന് ഏതൊരു പയ്യനായിട്ട് ഞാൻ കണ്ടിരുന്നു കൂടെ പോകുന്നത്. ആരത്? അതിന്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡോ? അത് സരസിന് അറിയില്ല. സൂസിന്റെ ഹസ്ബൻഡ് സൂസിനേക്ക് പ്രായം കുറവാ. കണ്ട മോനാണെന്നേ പറയൂ. കഥ പോയുണ്ടി. വെരി ഫണി. മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞതാ? അയ്യോ, എത്ര കല്യാണം കഴിഞ്ഞു ചോദിക്കേ? എത്ര കിട്ടി? ലിസി, എത്ര കല്യാണം കഴിഞ്ഞു? 2, 3, അതോ 4? അവള് വീട്ടിൽ ജോലി തീർക്കാൻ പറ്റാഞ്ഞിട്ടേ ആഴ്ചയിൽ കല്യാണം കഴിക്കില്ല പടി. പെട്ടെന്ന് അവിടെ പിന്നെ സെക്കൻഡ് ഹീറോയിൻ 2 സെക്കൻഡ് സ്ക്രീനിൽ. അല്ല, അപ്പൊ ലിസി മാഡം അല്ലേ ഇപ്രാവശ്യത്തെ മീറ്റിംഗിന് ചാക്കോച്ചനെ കൊണ്ടുവരുന്നുണ്ട്? അത് അറിഞ്ഞു അല്ലേ? ഞാൻ വിളിച്ച ചാക്കോച്ചന് നോ പറയാൻ പറ്റുമോ? അത്രയ്ക്കുണ്ട് ഞങ്ങൾ തമ്മിലൊരു ആത്മബന്ധം. ഓ, ആത്മബന്ധം. ഇവള് ശല്യം കാരണം ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് വീട് മാറിപ്പോയത്. ഞാനും പ്രിയും ഇപ്പോഴും അത് പറിച്ചിരിക്കും.
എന്താണെന്നറിയോ? നിങ്ങളുടെ കണ്ണുകളാണ്. നിങ്ങളുടെ കണ്ണുകൾ ഭയങ്കരമായിട്ട് മങ്ങിയിരിക്കുന്നു. No way. എന്റെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വിട്ട് ഇപ്പൊ വൈറ്റ് സർക്കിൾസ് മാത്രമേ ഉള്ളൂ. അത് വെള്ളപ്പണ്ടായിരിക്കും. എനിക്ക് വേണം. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കണ്ണുകൾ അതിമനോഹരമാണ്. എനിക്ക് വേറെ ഇതിൽ വിറ്റാമിൻ സി ഉണ്ട് മാഡം. ABC പോലും അറിയാത്തോളൂടെ A to Z. അല്ല ലിസി മാഡം, ഞാൻ കുറെ നാളായിട്ട് ചോദിക്കണമെന്ന് കരുതുന്നു. മേഡം എന്തത്ര മെലിഞ്ഞിരിക്കുന്നേ? അത് സരസു, ഞാൻ എന്ത് കഴിച്ചാലും എന്റെ ശരീരത്തെ പിടിക്കില്ല. എന്തൊക്കെ കഴിച്ചോട്ടെ അത് ഒന്നും എന്റെ ശരീരത്തെ പിടിക്കില്ല. ഞാൻ 0 സൈസ് അല്ലേ? 0 സൈസ്. ഇത് അതിനും താഴെയാ, -degree. പിന്നെ നിന്റെ വിചാരെന്താ? നീയാണ് 0 സൈസ് എന്തോ? കറക്റ്റാ. കണ്ടില്ലേ, വട്ട വിട്ട പോലെ ഒരു പൂജ്യം, ഒരു ഷേപ്പും ഇല്ല. എന്തൊക്കെ ചെയ്യാ? ത്രെഡിങ് വല്ലതും? ത്രെഡിങ് വേണ്ട, ഫ്രൂട്ട് ഫേഷ്യൽ. ഫ്രൂട്ട് ഫേഷ്യൽ, ഗോൾഡൻ ഫേഷ്യൽ. അതെ, ഗോൾഡിന്റെ കടി വല്ലതൊന്നുമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. സൂസൻ മാഡം, സൂസൻ മാഡം നന്നായിട്ട് പാടുമെന്ന് കേട്ടു. അത് ഇവിടെയും പാട്ടായോ? എന്നോട് പാടാൻ പറയരുത് പ്ലീസ്. പറയുന്നില്ല, ഞാൻ പാടാം. അല്ല വേണ്ട, ഞാൻ പഠിക്കണം. എനിക്ക് മലയാളത്തിൽ പാട്ട് അത്ര ഇപ്പൊ കുറെ കാലം ഇപ്പൊ കേട്ടിട്ട്, അതുകൊണ്ട് എനിക്ക് ഞാനിങ്ങനെ ഇംഗ്ലീഷ് പാട്ട് മാത്രം ഇപ്പൊ കേൾക്കാറ്. മലയാളം പാട്ടിൽ വരുമ്പോ പക്ഷെ മാഡം അല്ലേ പാടുന്നത്, മാഡം പാടിക്കോ. ഓക്കെ, 1 2 3. മലയാളി പെണ്ണിനും ഉരുക്കാൻ മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ. എങ്ങനെയുണ്ടായിരുന്നു? അതെന്തറിയോ, ഇതില് ഈ നമ്മുടെ മുഖത്തൊക്കെ ചളി വലിച്ചെടുക്കുന്ന ഒരു സാധനമുണ്ട്. അത് സാരില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. മാഡം ഒന്ന് പാടി നോക്കിക്കേ. ഞാൻ പാടാം. മാഡത്തിന് സെറ്റ് ചെയ്യുന്ന എങ്ങനെയുണ്ട് മാഡം? എഫക്ട് എങ്ങനെയുണ്ട്? വല്ലാണ്ട് പുകയുന്ന പോലെ. കേട്ടിട്ടില്ലേ? എന്താണെന്ന് അറിയില്ല. വീട്ടിൽ ചൈനീസ് കാറ്റ് വെച്ച് കാറ്റുകൊള്ളുന്നു. ആരും കണ്ണ് തുറക്കരുത്. 5 മിനിറ്റ് പണി ധൃതിയാവുന്നു. സൂസൻ മാഡം, മാഡം തുറന്നോ? തുറക്കട്ടെ. 3 2 1. സരസു, സരസു, സരസു. യെസ് മാഡം. ഇവിടെ വാ. ഇതെങ്ങനെ ചെയ്തത്? ഇതെന്താണ് ഇൻഗ്രീഡിയൻസ്? ഐ ആം സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട്. കൂടുതൽ ചുമന്ന പോലെ. അതേക്കാൾ ചുമന്നിരിക്കുന്നു. ഈ കവിളുകൾ ഓൾറെഡി ചുമന്നിട്ട് കവിളുകൾ ഇനിയും ചുമന്നു പോലെ. എന്റെ മോന്ന് മൊത്തം ചുമന്നു. Oh my God, I'm so happy. ഇതിന് ഞാൻ usually 650 ആണ് കൊടുക്കാറ്. സരസു
യൂഷ്വലി 1000 ആണ് കൊടുക്കാറ്. ഞാനൊരു 1500 അങ്ങോട്ട് വെക്കുന്നു. എന്നാ പിന്നെ ഞാനൊരു 100 കൂടി, ഞാനൊരു 50 കൂടെ വെച്ചു. ഞാനൊരു 20 കൂടി, ഞാനൊരു 10 കൂടെ വെച്ചു. ഞാനൊരു 10 കൂടി, ഞാനൊരു 5 കൂടെ വെച്ചു. ഞാനൊരു 10, ഞാൻ 25 പൈസ കൂടെ വെച്ചു. 5 രൂപ. അത് തഴിയില്ല. അപ്പൊ പിന്നെ ഇനി മുതൽ എനിക്ക് ജിജി മോളെ വേണ്ട, നീയാണ് എന്റെ സരസ് മോള്. ജിജിമോളെ, നീ മേടിച്ച ഫേഷ്യൽ കിറ്റ് ഇതുവരെ മേടിച്ചില്ലേ? മേടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10 പാക്കറ്റ് ടൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടുക.